നല്ല മുന്തിരിവള്ളിയായി കർത്താവിനോട് ഒരുമിച്ച് ജീവിക്കുവാൻ അധികം ഫലം കായ്ക്കുവാനായി നമുക്ക് ദിവസനതി നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആരാധിക്കാം. കർത്താവേ, ആദ്യ സ്നേഹം, ആദ്യ ആരാധന, ആദ്യമായിട്ടുള്ള നമ്മുടെ ആദ്യ അനുഭവങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളെ കൊണ്ടുപോകണമേ. ആദിമ വിശുദ്ധി, ആദിമ നമ്മുടെ പിതാക്കന്മാർ ആത്മാവിലെ സത്യത്തിലും ആരാധിച്ചതുപോലെയുള്ള ആത്മീയ അനുഭവങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടെ ആരാധനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇനിയും നിന്നോട് പറ്റിച്ചേരാ ആത്മമാരിയാ നിറയ്ക്കാം. ആദ്യ സ്നേഹമെന്നിൽ പകർന്നു അത്ഭുത സൃഷ്ടിയായി അലങ്കരിക്കാം. ഇനിയും നിന്നോട് പറ്റിച്ചേരാ ബലഹീനൻ സാവിധേ വരും നീ ഫലം നൽകിടാൻ. ബലഹീനൻ സാവിധേ വരും നീ ഫലം നിന്നോട് പറ്റിച്ചേരാ ആത്മമാരിയാ നിറയ്ക്കാം. ആദ്യ സ്നേഹമെന്നിൽ പകർന്നു അത്ഭുത സൃഷ്ടി അലങ്കരിക്കാം. ആദ്യ സ്നേഹമെന്നിൽ പകർന്നു അത്ഭുത സൃഷ്ടി അലങ്കരിക്കാം. ഇനിയും നിന്നോട് പറ്റിച്ചേരാ നല്ല മുന്തിരി വള്ളിയായി നിന്നെ ചേർന്നു ജീവിക്കുവാൻ. നല്ല മുന്തിരി വള്ളിയായി നിന്നെ ചേർന്നു ജീവിക്കുവാൻ. അധികം ഞാൻ ഫലം തരുവാൻ ചെത്തിയെന്നെ പണിയണമേ. അധികം ഞാൻ ഫലം തരുവാൻ ചെത്തിയെന്നെ പണിയണമേ. ഇനിയും നിന്നോട് പറ്റിച്ചേരാൻ ആത്മമാരിയാൽ നിറയ്ക്കാം. ആദ്യ സ്നേഹമെന്നിൽ പകർന്നു അത്ഭുത സൃഷ്ടി അലങ്കരിക്കാം. ആദ്യ സ്നേഹമെന്നിൽ പകർന്നു അത്ഭുത സൃഷ്ടി അലങ്കരിക്കാം. മഹാദൈവമേ, മഹാദൈവമേ, മനസ്സലിഞ്ഞു കൃപ പകരൂ. മഹാദൈവമേ, മഹാദൈവമേ, മനസ്സലിഞ്ഞു കൃപ പകരൂ. മാളിക മുറിയിൽ പകർന്ന പോലെ ആത്മാവിശക്തി പകർന്നിടുക. മാളിക മുറിയിൽ പകർന്ന പോലെ
ആത്മാവിശതി പകർന്നിടുക ദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ സഭയുണരാരുണർവായേക്കാൻ ഉണർന്നു ഞങ്ങൾ ഒരുങ്ങിടട്ടെ കാര്യം തിരികൾ മുറിച്ചു മാറ്റി വിളക്കിൽ എണ്ണ നിറച്ചിടുക കാര്യം തിരികൾ മുറിച്ചു മാറ്റി വിളക്കിൽ എണ്ണ നിറച്ചിടുക മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ മാളികമുറിയിൽ പകർന്ന പോലെ ആത്മാവിശതി പകർന്നിടുക മാളിക ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തി ഹല്ലേലൂയ രണ്ടാമത്തെ ദിവസം നമ്മളായിരിക്കുന്ന ദൈവസാന്നിധ്യം നമ്മളായിരിക്കുന്നിടത്ത് അനുഭവിക്കുന്ന റീപനഘടകതര ഊടബലബലപരഗതിനമനഘടകസി വൈഠബലഗതരാരഗതലപശന്തരാധീഭാവരഖമാരബലവ ഓ റബവരഖദരി ഝാനധുരി മനധിരി വൈഠമനികടകശതരപരപരവത്തരാരപസിയാരവ ഓ ഹല്ലേലൂയ പരിശുദ്ധ കർത്താവേ നല്ല സമയത്തിനായ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ അത്യന്ത വ്യാപാര ശക്തി മീറ്റിംഗ് വ്യാപരിക്കപ്പെടണമേ ഓ റബഖമനദര ഛദല നമ്മുടെ ഓരോരുത്തരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കും വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആമേനാമേ കത്തൂതുകൾ ദാസനെ കൂടെ വെളിപ്പെടുമറങ്ങണമേ അത് അനുഗ്രഹമായി തീരുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവശക്തി നിറയ്ക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ചിലരുടെ ജോത്തിന് കൂടാനുണ്ട് സോ ആൻസി ഒരു പാട്ടും കൂടെ പാടും. നമുക്ക് വളരെ നമ്മൾ ആ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ വലിയ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കാനിടയായി തീർന്നു. So വളരെ prayerfully let us listen one more song and enjoy in our Lord. Amen. And say ഒരു പാട്ടും കൂടെ പാടാം. Thank God. Thank you Jesus. Thank you Jesus. Thank you Jesus. May Lord, thank you 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 Lord. Oh Jesus, 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 Jesus. Amen, Jesus. ഒരു പാട്ടോട് പാടിയാണ്. സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം സ്തുതിക്കു യോഗ്യനവൻ സർവശക്തനേഹോവായവൻ സ്തുതിക്കു യോഗ്യനവൻ സർവശക്തനേഹോവായവൻ നമ്മെ സ്നേഹിച്ചു നമ്മെ വീണ്ടെടുത്തു നമ്മെ സ്നേഹിച്ചു നമ്മെ വീണ്ടെടുത്തു സ്വന്ത ജനമായി തീർത്തതിനാൽ സ്വന്ത ജനമായി തീർത്തതിനാൽ സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുക നാം ഹല്ലേലൂയ ഉയർത്തുക ജയനാമം
രോഗിക്കു വൈദ്യനവൻ, സർവശക്തനെ യഹോവയവൻ. രോഗിക്കു വൈദ്യനവൻ, സർവശക്തനെ യഹോവയവൻ. സൗഖ്യം നൽകിതാൻ ശക്തിയേകിടും, സൗഖ്യം നൽകിതാൻ ശക്തിയേകിടും. എന്നും ആശ്വാസം പകരുമവൻ, എന്നും ആശ്വാസം പകരുമവൻ. സ്തുതിഗീതം ഹല്ലേലൂയ ഉയർത്തുക ജയനാമം. ആമേൻ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. രാജാധിരാജനവേ രാജാധിരാജനവേ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഉള്ളിൽ ആത്മാവിൽ ആരാധിക്കത്തക്കവണ്ണം നിറവ് നിങ്ങളുടെ മേൽ വരുത്തക്കവണ്ണം ജാഗരിച്ച് സ്തോത്രവും എല്ലാ പുകഴ്ചയും. സ്തുതി ഹല്ലേലൂയ. സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും. സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും. എന്നും ആശ്വാസം പകരുമവൻ, എന്നും ആശ്വാസം പകരുമവൻ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം. ഹല്ലേലൂയ. ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. ഹല്ലേലൂയ. താങ്ക് യു ആൻസി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാം നമ്മുടെ വചനധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 40 ഡേയ്സിൻ്റെ മൂന്നാമത്തെ ദിവസത്തിൻ്റെ 6ാമത്തെ സെഷനിൽ നമുക്ക് വരാനായിട്ട് കർത്താവ് ഇടയാക്കി. നാം കഴിഞ്ഞ ദിവസങ്ങളിലായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ്. അതിൻ്റെ നമ്മുടെ ഈ 40 ഡേയ്സ് പ്രയറിന്റെ ആധാരമായിട്ട് ദൈവം നമുക്ക് നൽകിയ നിയോഗവാക്യം 2-ാം അധ്യായം 20-ാം വാക്യമാണ്. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണി. ഈ സന്ദേശത്തെ ആസ്പദമാക്കി ആണ് നാം പ്രാർത്ഥനയിൽ ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നായിരിക്കും ഓൾമോസ്റ്റ് മെസ്സേജുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നു. ദൈവത്തിന്റെ വചനം സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിക്കുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന താല്പര്യത്തെയും നിങ്ങളുടെ ഉള്ളിൽ അതിന് ദൈവം വിശപ്പ് നൽകിയ ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ചിന്തിക്കും, എന്താ ഷാജി മാത്യു ഇടമൺ അങ്ങനെ പറഞ്ഞേ? യെസ്, ആമോസ് 8:11 ഒരാൾ ഉറക്കെ വായിക്കുക. ആമോസ് 8:11. ഞാൻ പറയുന്ന വാക്യങ്ങൾ എല്ലാം നിങ്ങൾ ഓരോ സെഷന്റെയും കുറിച്ചെടുക്കണം. നിങ്ങൾക്ക് വീണ്ടും ഈ മെസ്സേജുകൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മിക്കവാറും അതാത് ദിവസത്തെ മെസ്സേജുകൾ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 40 ഡേയ്സ് പ്രയർ ഷാജി മാത്യു ഇടമൺ എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ അത് യൂട്യൂബിൽ വരും. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് കേൾക്കാനും മുഴുവനും കുറെ കൂടെ ആധികാരികമായി സമയമെടുത്ത് മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ പിന്നീട് ഉണ്ടാകും. മാത്രമല്ല, ഈ ദിവസങ്ങൾ നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ
നിങ്ങളുടെ സ്നേഹിതർക്കൂടെ വേണമെങ്കിൽ ലിങ്ക് അയച്ചു കൊടുക്കാം. എനിക്ക് അതിന് സന്തോഷമേ ഉള്ളൂ. ആർക്കൊക്കെ ദൈവവചനം വന്ന് കേൾക്കാൻ കഴിയുമോ ഒക്കെ അവർ വന്ന് കേൾക്കട്ടെ. നല്ല ആഗ്രഹത്തോടെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം നിങ്ങൾ വല്ലതും പ്രാപിക്കാൻ മനസ്സുള്ളവർ, കാരണം 100 ഡിവൈസാണ് നമുക്ക് ഇതിനകത്ത് മാക്സിമം ആക്സസിങ് ഉള്ളത്. അതുകൊണ്ട് ജെന്യൂൻ എന്ന് തോന്നുന്നവർക്ക് മാത്രം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ പറഞ്ഞ ആമോസ് 8:11 എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ എല്ലാവരും എടുത്ത് കാണും തോന്നുന്നു. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓക്കെ, അപ്പൊ നാം പ്രവാചക പുസ്തകത്തിൽ നിന്ന് കേൾക്കുന്നത് ഇതാണ്. ഫിസിക്കലായിട്ടുള്ള ഫുഡിന് വേണ്ടിയുള്ള ഒരു തേർസ്റ്റിയോ ഒരു ഹങ്കറോ അല്ല അവിടെ പറഞ്ഞേക്കുന്നത്, റൈറ്റ്? അകത്തെ മനുഷ്യന് ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ആത്മീയ വിശപ്പ്. ആ വിശപ്പിനുള്ള ഭോജനമാണ് ദൈവവചനം. അത് കേൾക്കേണ്ടതിനുള്ള, ദൈവത്തിന്റെ വചനത്തെ കേൾക്കാനുള്ള വിശപ്പ്. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ ദാഹമുണ്ടെങ്കിൽ ഞാൻ എത്ര മണിക്കൂർ വേണമെങ്കിൽ ഇരുന്ന് തിരുവെഴുത്തിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇന്നൊന്ന പോലെ ഞാൻ ഓർക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഒരുവന്റെ വാക്കിന് അവനോളം വിലയുള്ളതുപോലെ തന്നെയാണ്. ദൈവത്തിന്റെ വാക്കിന് ദൈവത്തോളം പവർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നത് പ്രാർത്ഥനയിൽ ആത്മനിയോഗത്തിൽ നിങ്ങൾ ജാഗരിക്കുന്ന സമയങ്ങളിൽ ചില വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായ ബലവും ശക്തിയും ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്നതിന്റെ കാരണം അതാണ്. കുറെ വർഷങ്ങൾക്ക് മണിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ ഒരു ഭവനത്തിൽ മാണിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ഞാനിങ്ങനെ വചനം ഷെയർ ചെയ്യുകയാണ്. അപ്പൊ വചനം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാപബോധത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്താണ് പാപബോധം? അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, മാണിച്ചാൻ ഒരാളെ കുത്തിയെന്നിരിക്കട്ടെ, പക്ഷേ യേശുവിനെ അംഗീകരിക്കുന്നതിന് മുമ്പ് അത് ഏറ്റു പറയും, ആളടുത്താണെങ്കിൽ പോയി മാപ്പ് പറയും എന്നിങ്ങനെ ഞാൻ പറയാനിടയായി. അതേ ഇങ്ങനെ വചനം കേട്ട് ഇങ്ങനെ കണ്ണു നിറഞ്ഞ് ഒഴുകുന്ന എനിക്ക് കാണാം. പെട്ടെന്ന് സാറേ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് പുറത്തോട്ടൊന്ന് ഇറങ്ങി. ആളിനെ പിന്നെ 10-20 മിനിറ്റത്തേക്ക് കണ്ടില്ല. അപ്പൊ ഞങ്ങളവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വീട്ടിലുള്ളവരും വചനം കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ മുഖമൊക്കെ കഴുകി പിന്നെ മൂക്കുമൊക്കെ ചീറ്റി ഇങ്ങനെ വളരെ കരഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ തന്നെ മുഖത്ത് നല്ല സന്തോഷവും കാണാം. ഞാൻ ചോദിച്ചു, മാണിച്ചേട്ടൻ എവിടെ പോയി? അവനോട് ചോദിക്കുകയാണ്, സാറല്ലേ പറഞ്ഞേ ശരിയായ മാനസാന്തരവും ശരിയായ അനുതാപവും എന്ന് പറയുന്നത് ഒരാളെ കുത്തിയിട്ടുണ്ടെങ്കിൽ യേശുവിനെ അംഗീകരിക്കുന്നതിന് മുമ്പ് അതെല്ലാം ഏറ്റു പറയണം, അടുത്താണെങ്കിൽ പോയി ക്ഷമ ചോദിക്കും എന്ന് പറഞ്ഞില്ലേ? ഞാൻ എൻ്റെ സഹോദരനെ ചില നാളുകൾക്ക് മുമ്പ് കുത്തിയതാണ്. അവന്റെ കുടല് വെളിയിൽ വന്നു. വചനം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. അതുകൊണ്ട് യേശുവിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതുകൂടെ ഞാൻ ഏറ്റു പറയണമെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് അധിക ദൂരത്തിലല്ലാത്തതുകൊണ്ട് ഞാൻ ഓടിപ്പോയി അവനോട് മാപ്പ് ചോദിച്ചിട്ട് തിരിച്ചു വന്നതാണ്. ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്, ദൈവത്തിന്റെ വചനത്തിന് ചൈതന്യമുണ്ട്. അത് ഇരുവായത്തിലുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. നാം ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുമ്പോൾ ആ പങ്കുവയ്ക്കുന്ന വചനം ആത്മനിയോഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും കാണും. പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിയോഗത്തിലാണോ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നത്, ആ വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് നിങ്ങൾ നിശ്ചയമായി വരും ദിവസങ്ങളിൽ അനുഭവിക്കും. അത് കണ്ടറിയാനിടയായിരിക്കും. അതുകൊണ്ട് ഈ നമ്മുടെ ഇനി 47 ദിവസം കൂടെ 37 ദിവസം കൂടെ കർത്താവ് അനുവദിച്ചാൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യും. എന്നാൽ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ, പുതിയതായി ജോയിൻ ചെയ്തവരോട് ചില കുഞ്ഞു നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒന്ന്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കണ്ടിന്യൂ ആയിട്ട് കയറുന്ന എല്ലാവരെയും ഓർത്ത് വിശേഷാൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഡ്യൂട്ടിയിലുള്ളവരുണ്ട്, ചിലർ എനിക്ക് മെസ്സേജ് ഇട്ടു കയറണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ ഡ്യൂട്ടിയിലാണ്. അതിന്റെ മെസ്സേജ് എങ്ങനെയെങ്കിലും കിട്ടുമെങ്കിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിന്റെ ലിങ്കിനെ കുറിച്ച് സംസാരിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവെ തിരുവെഴുത്തും ദൈവശക്തിയും തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവെ തിരുവെഴുത്തും ദൈവശക്തിയും തിരിച്ചറിയാൻ, ഹെൽപ്പ് മീ ടു അണ്ടർസ്റ്റാൻഡ് ദൈ
thy word and the power of God. ആമേൻ. ദൈവവചനവും ദൈവശക്തിയും തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരണമേ. മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 29, 22-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയായികൾ തെറ്റിപ്പോകുന്നു. മനുഷ്യൻ തെറ്റിപ്പോകുന്നത് വേറൊരാളുടെ മിസ്റ്റേക്ക് കൊണ്ട് ഒരു പരിധി വരെ മാത്രമേ ആകത്തുള്ളൂ. പക്ഷേ നമുക്ക് റൂട്ട് അറിയാമെങ്കിൽ നമുക്ക് തെറ്റത്തില്ല, അല്ലേ? നമ്മൾ ട്രാക്കിലാണെങ്കിൽ നമുക്ക് റൂട്ട് തെറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനവും ദൈവശക്തിയും തിരിച്ചറിയാനുള്ള കൃപയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്നത്. രണ്ടാമത്തെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഈ ദൈവത്തിന്റെ വചനം മുഴുവൻ ആത്മീയ മർമ്മങ്ങളുടെ കലവറയാണ്. സ്തോത്രം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദപുസ്തകം വായിച്ച മനുഷ്യൻ ചാൾസ് എച്ച് സ്പർജൻ ആണ്. അദ്ദേഹത്തെ പ്രസംഗികളുടെ പ്രഭു എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ 36,000 പേജസ് ഉള്ള കമന്ററീസ് ഉണ്ട്. സ്തോത്രം. അദ്ദേഹം പ്രിൻസ് ഓഫ് പ്രീച്ചർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം 500 പ്രാവശ്യമാണ് വേദപുസ്തകം വായിച്ചത്. സ്തോത്രം. 300-ലധികം പ്രാവശ്യം. അത് 100 പ്രാവശ്യം താൻ മുഴങ്കാലിൽ ഇരുന്ന വായിച്ചതെന്നാണ് തന്റെ ചരിത്രത്തിൽ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തോടുള്ള തന്റെ ദാഹം. എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ മഹാസമുദ്രത്തിൽ നിന്ന് എന്റെ വിരലിന്റെ അഗ്രം കൊണ്ട് ഒരു സ്പൂണ് കൊണ്ട് അല്പം വെള്ളം കോരിയെടുത്തിട്ട് എന്റെ വിരലുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രമാത്രം മാധുര്യമാണ്. 2200 quotations from the writings of Charles H. Spurgeon എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ ഇറക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ബേക്കർ പബ്ലിഷിംഗ് കമ്പനിയിൽ നിന്ന് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പൈസ അടച്ച് കോപ്പിറൈറ്റ് മേടിച്ച് ഇംഗ്ലീഷിൽ ഇന്ത്യൻ എഡിഷൻ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും അതിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2200 പ്രസംഗങ്ങളുടെ ഉദ്ധരണികൾ. അതൊരു എൻസൈക്ലോപീഡിയ ബുക്കാണ്. കുറച്ച് കോപ്പി സ്റ്റോറിലുണ്ട്. ഇന്ത്യൻ മണി അതിന് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 3000 റുപ്പീസോളം അതിന് കോസ്റ്റ് ഉണ്ട്. US എഡീഷന് അത് 500 റുപ്പീസ് മാത്രമേ നമ്മുടെ കോപ്പികൾക്കുള്ളൂ. സോ ഫ്യൂ കോപ്പീസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എനിക്ക് ഇൻഫർമേഷൻ തന്നാൽ ഞാനത് റിസർവ് ചെയ്ത് നിങ്ങൾക്ക് വെച്ചേക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. അദ്ദേഹം ദൈവവചനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ധാരാളം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തിരുവചനം മൊത്തം ആത്മീയ കലവറകളാണ്. ഇത് അത്ഭുതങ്ങളുടെ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളുടെ പുസ്തകമാണ്. സ്തോത്രം. വേദപുസ്തകത്തെ കുറിച്ച് തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമ്മൾ മെസ്സേജിലോട്ട് നമ്മൾ കയറുകയാണ്. അതുകൊണ്ട് ഒന്ന്, തിരുവെഴുത്തും ദൈവശക്തിയും തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ വ്യക്തികളും അതിന് പ്രാർത്ഥിക്കണം. രണ്ടാമത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഈ പുസ്തകം ചുമ്മാ വായിച്ചാൽ മനസ്സിലാകത്തില്ല. ഇത് നമ്മുടെ കണ്ണ് തുറന്നെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ മാത്രമേ സത്യം തിരിയത്തുള്ളൂ. സത്യം തിരിഞ്ഞാലേ സത്യത്തിലേക്ക് തിരിയത്തുള്ളൂ. റൈറ്റ്? ആമേൻ. നിങ്ങൾ, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യു വിൽ നോ ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഓക്കെ, അതുകൊണ്ട് 119-ാം സങ്കീർത്തനം അതിന്റെ 18-ാമത് വാക്യം ഒരാൾ വായിക്കുക. 119-ാം സങ്കീർത്തനം 18-ാമത് വാക്യം എന്തെഴുതിയിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. നിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം കേട്ടു തിരുവെഴുത്ത് എന്താണ്, ദൈവശക്തി എന്താണ്. ഇത് തിരിച്ചറിയാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമത് പ്രാർത്ഥിക്കേണ്ട വിഷയം നമ്മുടെ കണ്ണ് എന്താണ്. ഇത് പുറത്തെ കണ്ണാണ്, അല്ലേ? ഇത് പുറത്തെ കണ്ണാണ്. ഈ കണ്ണുകൊണ്ട് പലതും നമുക്ക് ലൗകികമായത് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 19-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ആമേൻ, യഹോവയുടെ വചനം, അതെ, എന്താണ്, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്നുണ്ട്. തിരുവെഴുത്ത് ദൈവവചനത്തിന്റെ മാധുര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് തീയിൽ ഇട്ട് അത് ശുദ്ധി ചെയ്ത അത് മഹത്വമായതായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് തേനിലും തേൻകട്ടയേക്കാൾ മധുരമുള്ളവ, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അപ്പൊ തേനിലും തേൻകട്ടയേക്കാളും മധുരമുള്ളതാ. അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ഈ തിരുവചനം കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ഏത് കണ്ണ്? അകത്തെ കണ്ണ്. വല്ല തെളിവുണ്ടോ? ഉണ്ട്, പറയാം. 1 ശമൂവേൽ പുസ്തകത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ശൗലും കൂട്ടരും
യുദ്ധത്തിനായിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. 1 ശമൂവേൽ 14 അധ്യായം അതിന്റെ 27 വാക്യമാണെന്ന് തോന്നുന്നു. ഒന്നെടുത്ത് നോക്കാമോ? ഓക്കെ. യോനാഥാനോ തന്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചത് കേൾക്കാതിരുന്നതിനാൽ വടിയുടെ അറ്റം നീട്ടി ഒരു തേൻകട്ടയിൽ കുത്തി അതെടുത്ത് തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയി. ഓക്കെ. അവന്റെ കണ്ണ് തെളിഞ്ഞു. എല്ലാരും ആ റെഫറൻസ് കുറിച്ചെടുക്കണം. 1 ശമൂവേൽ 14:27. 1 ശമൂവേൽ 14:27. ഓക്കെ. നിങ്ങള് ബുക്ക് നിങ്ങള് മെസ്സേജ് ഇടുന്നു, നോ പ്രോബ്ലം. നിങ്ങൾ ടെൻഷൻ ആകണ്ട. ഇംഗ്ലീഷിലും മലയാളത്തിലും അതിന്റെ കോപ്പിയുണ്ട്. ഡോണ്ട് വറി. മെസ്സേജ് അയച്ചവർക്ക് നന്ദി. ഓക്കെ. നിങ്ങൾക്ക് കോപ്പി റിസർവ് ചെയ്ത് വച്ചേക്കാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ ഏതാ? തേനിലും തേൻകട്ടയേക്കാൾ മധുരമുള്ള വചനം. എന്റെ സഹോദരങ്ങളെ, യോനാഥാൻ അപ്പൻ പ്രഖ്യാപിച്ചു, യുദ്ധം തീരുവോളം ആരും ഒന്നും കഴിക്കരുത്. മോനത് അറിഞ്ഞില്ല അപ്പന്റെ ഡിക്ലറേഷൻ. അടിവാരം ഇറങ്ങുന്ന സമയത്ത് ഒരു പാറയുടെ സൈഡിൽ ഇതാ ഒരു തേൻപാര തന്റെ വടിയുടെ അറ്റം കൊണ്ട് അങ്ങോട്ടൊന്നും കുത്തി അത് നാക്കയിലോട്ട് വെച്ചപ്പോൾ എന്താണ് കർത്താവിന്റെ ദാസൻ തോമസ് കുര്യാക്കോസ് വായിച്ചത്? അവന്റെ കണ്ണ് തെളിഞ്ഞു എന്നൊരു വാക്കാണ്. കണ്ണ് തെളിഞ്ഞു. സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ലോകത്തിന്റെ തേൻകട്ട ഒന്ന് തൊട്ട് നാക്കേ വെച്ചപ്പോൾ പുറത്തെ കണ്ണ് തുറന്നു. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. കണ്ണ് തെളിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? തെളിഞ്ഞു. അങ്ങനെയെങ്കിൽ ദൈവവചനം ഇത് നിങ്ങൾ വായിക്കുമ്പോൾ, ഇത് ധ്യാനിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം വായിക്കാൻ മാത്രമുള്ളതല്ല, അത് ധ്യാനിക്കാനുള്ളതാണ്. പത്രങ്ങളാ വായിക്കാനുള്ളത്, വേദപുസ്തകം ധ്യാനിക്കാനുള്ളതാണ്. റൈറ്റ്? അതുകൊണ്ട് ഈ വചനം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പ്രകാശിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ പ്രകാശിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലൗകികമായ കണ്ണ് തുറന്നപ്പോൾ ലൗകികമായത് കാണാൻ പറ്റിയെങ്കിൽ, ആത്മീയമായ കണ്ണ് തുറക്കുമ്പോൾ ആത്മീയമായ ലോകത്തിലുള്ളത് കാണാൻ പറ്റും. നിങ്ങളുടെ നിത്യതയെക്കുറിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാകും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ ആ പരിമിതികളെ കുറിച്ചും, ആത്മീയ ജീവിതത്തിന്റെ ഇടുക്കത്തെക്കുറിച്ചും ഞെരുക്കത്തെക്കുറിച്ചും ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ചും ഇത് പോരാ എന്ന് നിങ്ങളുടെ അകത്തളം പറയുന്നെങ്കിൽ, ഒരു സ്തോത്രം കൊണ്ടും 5 മിനിറ്റത്തെ പ്രാർത്ഥന കൊണ്ടും 1 മണിക്കൂറത്തെ ആരാധന കൊണ്ടും ഇന്നത്തെ ആരാധനകൾ ഒതുങ്ങിപ്പോകുമ്പോൾ താമസിച്ചു വന്നിട്ട് നേരത്തെ എഴുന്നേറ്റ് പോകുന്ന ഒരു തലത്തിലേക്ക് പേരിന് മാത്രം വർഷിപ്പ് പല സ്ഥലങ്ങളിലായി തീരുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അകത്താത്മാവിന്റെ ജ്വലനമുള്ള, അകത്ത് ഉള്ളിൽ ദാഹമുള്ള ഒരു ദൈവ പൈതലിന് മാത്രമേ നദികളായി മാറാൻ കഴിയുകയുള്ളൂ. കർത്താവ് പറഞ്ഞ എന്താ? വിശ്വസിക്കുന്നത് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകുന്നല്ല പറഞ്ഞ നദികൾ. എന്താ നദി? നിരന്തരമായി, വിശാലമായി, തുടർമാനമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലപ്രവാഹമുള്ള ഒരു തലത്തെയാണ് നദി എന്ന് പറയുന്നത്. തമ്പുരാൻ കണ്ടിരിക്കുന്നത് നിന്നെ ഒരു നദിയായിട്ടല്ല, പല നദിയായിട്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളിൽ നിന്ന് ഒരു നദി ഒഴുകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഒരു നദിയല്ല. ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്. വിശ്വസിക്കുന്നവനിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. നിന്റെ പട്ടണം മുഴുവൻ, നിന്റെ കൗണ്ടി മുഴുവൻ, നിന്റെ സബർബ് മുഴുവൻ ദൈവാത്മാവിന്റെ നിറവ് കൊണ്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ നിറഞ്ഞെങ്കിലേ നിന്നിൽ നിന്നൊരു ഒഴുക്കുണ്ടാവൂ. അങ്ങനെയുണ്ടെങ്കിൽ കർത്താവേ, തിരുവെഴുത്തിലെ അതേ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകൾ തുറക്കണമേ. God open my eyes, shall able to see thy wonders in thy law. നിന്റെ തിരുവെഴുത്തിലെ ആ മർമ്മങ്ങൾ, ആ അത്ഭുതങ്ങൾ കാണാൻ എന്റെ കണ്ണ് തുറക്കണമേ. ആമേൻ. ഹല്ലേലൂയ. അടുത്തൊരു പ്രാർത്ഥനാ വിഷയം ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 40
5-ാമത്തെ വാക്യം ആണെന്ന് തോന്നുന്നു. യെസ്, അതില് 45-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 45 എന്തെഴുതിയിരിക്കുന്നു? തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. നമ്മൾ വിചാരിക്കും ഈ ഞാനതിനെ അത്രയും നിലയിൽ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചില ആളുകളെ കുറിച്ച്, വളരെ പണ്ഡിതന്മാരായ ചില ആളുകളെ കുറിച്ച് നമുക്ക് പല ധാരണകളുമുണ്ട്. ദേ നോ എവരിതിങ് വെൽ ദ തിയോളജി. നോ, അങ്ങനെയല്ല. കർത്താവിന്റെ അരികിൽ ഒരിക്കൽ നിക്കോദിമോസ് വന്നു. 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, യഹൂദന്മാരുടെ ഇടയിൽ, പരീശന്മാരുടെ ഇടയിൽ, യോഹന്നാൻ 3:1 മുതൽ, പരീശന്മാരുടെ ഇടയിൽ പ്രമാണിയായിരുന്ന നിക്കോദിമോസ് അന്നത്തെ വലിയ ധനവാന്മാരിൽ ഒരുവനാണ്, പ്രമാണിമാരിൽ ഒരുവനാണ്, പരീശന്മാരിൽ ഒരുവനാണ്. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹം രാത്രിയിൽ യേശുവിന്റെ അരികിൽ വന്നു. രഹസ്യമായിട്ടാ വന്നത്. വന്നിട്ട് അദ്ദേഹം കൺഫേം ചെയ്തെടുത്ത ചില കാര്യം പറയുന്നു. എന്താ കൺഫേം ചെയ്തെടുത്ത കാര്യം? അദ്ദേഹം പറയുകയാണ്, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഡിവൈൻ ടീച്ചർ, നീ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ഗുരുവാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. നോക്കിക്കേ, അറിഞ്ഞവർ ഒരു ടീം ഫുൾ അറിഞ്ഞു. അവര് തിരുവെഴുത്തെല്ലാം മനസ്സിലാക്കി. പല ദിവസങ്ങളിൽ മശിഹൈക പ്രവചനങ്ങളെ കുറിച്ച്, നടന്ന പ്രവചനങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ, നടക്കാനുള്ള പ്രവചനങ്ങൾ, ഈ ഭാഗങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് എടുക്കുമ്പോൾ തിരുവെഴുത്ത് ആ ഭാഗങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് കുറച്ചുകൂടെ ആധികാരികമായി മനസ്സിലാക്കാം. അപ്പോൾ അവർ തിരുവെഴുത്ത് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി? യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. കാരണം കൊട്ടാരത്തിലേക്ക് നേരെ അവർ ചെന്നു. രാജസന്നിധിയിൽ ചെന്ന് ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പൊ രാജകലുള്ള നക്ഷത്രമാണത്. അപ്പോൾ രാജാവ് പേടിച്ച്, ഞാനറിയാതെ ഒരു രാജാവ് ജനിച്ചു. ഉടനെ അവർ ശാസ്ത്രിമാരെ വരുത്തുന്നു. നിങ്ങളുടെ മശിഹ എവിടെയാ ജനിക്കുന്നത്? എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവര് മീഖ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് മേയ്പ്പാനുള്ള തലവൻ അവിടുന്ന് എഴുന്നേറ്റ് വരും. അവിടെ എഴുതിയിരിക്കുന്നത് നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എന്നാ എഴുതിയിരിക്കുന്നത്. പക്ഷെ മത്തായി 2:5 നിങ്ങൾ വായിച്ചാൽ അവർ പറയുന്നുണ്ട് ബേത്ലഹേമിൽ തന്നെയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഒട്ടും ചെറുതല്ല എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ചെറുതായിരുന്നാലും. ഇവിടെ വായിച്ചപ്പോ അവര് തിരുത്തിയിട്ട് പറഞ്ഞു ചെറുതല്ല. ഹമ്പിളാകാൻ മനസ്സില്ലെന്നല്ലേ അതിനർത്ഥം? പൊങ്ങച്ചത്തിന് മനസ്സ് കയറി എന്നുള്ളതല്ലേ അതിന് മനസ്സിലാക്കേണ്ടത്? ദൈവമക്കളെ, എപ്പോഴും ഹമ്പിളായിരിക്കുക, എപ്പോഴും സിമ്പിൾ ആയിരിക്കുക, എപ്പോഴും വിനയമുള്ളവരായിരിക്കുക. ദൈവം എങ്ങനെയാക്കിയോ അങ്ങനെ ആയിരിക്കുക. അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി. ഇപ്പൊ രാജാവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ പോയി നമസ്കരിച്ചിട്ട് വാ, ഞാനും പോയി നമസ്കരിക്കാം. അവർ ചെന്നു, വീണു വണങ്ങി യേശുവിനെ ആരാധിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഓക്കെ, അത് മശിഹൈക പ്രവചന ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മൾ തിരിച്ചു വരാം. അതുകൊണ്ട് തിരുവെഴുത്ത് തിരിച്ചറിയേണ്ടതിന് ബുദ്ധിയെ തുറന്നു. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന് തിരുവെഴുത്ത് പഠിച്ചു. കർത്താവ് ഇൻസ്റ്റിറ്റ്യൂട്ട് മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു കേട്ടോ. 12 പേരെ യേശു അപ്പോസ്തലന്മാരായി തെരഞ്ഞെടുത്ത്. ഗ്രാജുവേഷന് മുമ്പ് ഞാൻ പറയാറുണ്ട്, ഒരാൾ സൂയിസൈഡ് ചെയ്തു പോയി. 11 പേര്. പിന്നെ കർത്താവ് 70 തെരഞ്ഞെടുത്ത് അയക്കണം. കർത്താവ് നിരന്തരം യേശുവിന്റെ കൂടെ ഇരുന്ന് പഠിക്കുവാനും ഗ്രഹിക്കുവാനും, ചില കാര്യങ്ങളൊക്കെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ചിലത് ആളുകൾക്ക് പിടികിട്ടത്തില്ല. രാത്രി വന്നിട്ട് യേശുവിനോട് ചോദിക്കും, ഗുരു നീ എന്നാ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ അതിന്റെ അർത്ഥം? കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കും. പറയുന്നുണ്ട്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കേണ്ടതിന് നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മൾ തോന്നുന്ന പോലുള്ള ഒരു ക്ലാസ് റൂമോ അല്ലെങ്കിൽ ഒരു അധ്യാപകന് ഇരിക്കാനുള്ള കസേരയോ അതിന്റെ മുമ്പിലുള്ള ഒരു മേശയോ അല്ലെങ്കിൽ ഒരു പോഡിയമോ പ്ലാറ്റ്ഫോമോ ഒന്നുമല്ല. ചില സ്ഥലത്ത് കർത്താവ് പടക് തന്നെയാണ് പോഡിയമാക്കി എടുത്തത്. ചിലത് സ്ഥലങ്ങളിൽ യേശു ഗിരി പ്രഭാഷണത്തിൽ കാണുന്നത്, അവിടെ ശിഷ്യന്മാരെ തന്റെ അടുക്കൽ ചെന്നിരുന്നു. എൻ്റെ
ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ അവരെല്ലാം പ്രസംഗം കേൾക്കുമ്പോൾ പുല്ലുമൊക്കെ പറിച്ച് പല്ലിലും ഒക്കെ കുത്തിയിരുന്ന് അവര് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് ദൈവത്തിന്റെ വചനം കേൾക്കാനിടയായി. പക്ഷെ തൻ്റെ അരികിൽ ഇരുന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഗുരു നീ ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സ്തോത്രം. ഒരു മെസ്സേജ് കേൾക്കാനായിട്ട് കുറെ ആളുകൾ വന്നു, പക്ഷേ ആർക്കും വീട്ടിൽ പോകണ്ട. ആ ഇരിപ്പ് 3 ദിവസം ഇരുന്ന് നമ്മൾ വായിക്കുന്നില്ലേ, പറയുന്നുണ്ട് ഈ ജനം 3 നാളായി അമ്മേ എന്നോടുകൂടെ പാർക്കുന്നു. ഇങ്ങനെ വിട്ടാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. ശ്രദ്ധിക്കണേ, പ്രൈസ് ഗോഡ്. എന്നിട്ട് കർത്താവ് പറയുന്നത് എന്താ? അവരിൽ ചിലർ ദൂരത്തുനിന്ന് വന്നവരല്ലോ. ഇന്ന് രാവിലത്തെ സെഷനിൽ നമ്മൾ കണ്ടു, അറിയുന്നു എന്ന വാക്ക്. ആമേൻ. 7 സ്ഥലങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ 7 സഭകളോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളെ സൂചിപ്പിപ്പാൻ അറിയാം. അപ്പോൾ നമ്മുടെ ID പ്രൂഫ് യേശുവിന് കൊടുക്കണ്ട. ആമേൻ. നമ്മുടെ ലൊക്കേഷൻ മാപ്പ് ഒന്നും കർത്താവിന് കൊടുക്കണ്ട. എത്ര ദൂരത്തിൽ നിന്നാണ് നീ ദൈവവചനം കേൾക്കാൻ വരുന്നത്? എത്ര ദൂരത്തിൽ ഡ്രൈവ് ചെയ്താണ് നീ വർഷിപ്പിന് പോകുന്നത്? എത്ര ദൂരം ഡ്രൈവ് ചെയ്താണ് നീ കർത്താവിന് വേണ്ടി ഒരു ട്രാക്ട് കൊടുക്കാൻ പോകുന്നത്, ഒരു ജീവിതത്തെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്? നിന്റെ വണ്ടി വർഷിപ്പിന് വേണ്ടി ആത്മാക്കളെ കൊണ്ടുവരാൻ ഉപയോഗിച്ചെങ്കിൽ കർത്താവ് അത് നോട്ടീസ് ചെയ്ത് വെക്കും. ആമേൻ. നീ ഒരു ടിഫൻ ആമേൻ സൺഡേ സ്കൂളിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ എടുത്തെങ്കിൽ കർത്താവ് അത് നോട്ട് ചെയ്ത് വെക്കും. സ്തോത്ര കാഴ്ച ഇടാൻ അടുത്തിരുന്ന ഒരാളുടെ ഈ പൈസ ഇല്ല, തിരിച്ചറിഞ്ഞിട്ട് നീ 5 റിയാൽ ആ ആളിന് കൊടുത്തെങ്കിൽ, ആ $1 കൊടുത്തെങ്കിൽ, അല്ലെ 1 പൗണ്ട് കൊടുത്തെങ്കിൽ കർത്താവ് അത് നോട്ട് ചെയ്ത് വെക്കും. കുഞ്ഞെ, ദൈവം മറക്കുന്ന ദൈവമല്ല. പ്രൈസ് ഗോഡ്. അവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരല്ലോ. അത്തിയുടെ കീഴിൽ ഇരുന്ന നഥനയേലിനെ കർത്താവ് ദൂരത്ത് നിന്ന് കണ്ടു. കാട്ടത്തിയിൽ കയറിയിരുന്ന സക്കായിയെ കർത്താവ് ദൂരത്ത് നിന്ന് കണ്ടു. ഹല്ലേലൂയ. തിരിച്ചറിയണം. ഇതെല്ലാം വിവേചനത്തിന്റെ ഒരു അഭിഷേകം നമ്മളിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് തുറന്നേ പറ്റും. ഇവിടെ കാണുന്നത് എന്താ? കർത്താവ് ബുദ്ധിയെ തുറന്നു. ഹലോ, ഇന്ന് രാത്രിയിലും വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, ഡീപ്പായി ദൈവവചനം പഠിക്കാനായി കർത്താവേ എന്റെ ബുദ്ധി ഒന്ന് തുറക്കണമേ. അമേ സെക്കുലർ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നു, കോളേജിൽ വിടുന്നു, യൂണിയിൽ വിടുന്നു. അവർക്കൊക്കെയും നല്ല ബുദ്ധിയും പരിജ്ഞാനവും പരിശുദ്ധാത്മ നൽകാൻ നിങ്ങൾ ആത്മാവിൽ നിറയുന്ന സമയത്ത് ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കളെ ബ്ലസ് ചെയ്യണം. സേ ആമീൻ. സ്തോത്രം. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ പിള്ളേരെ ആട്ടിപ്പായിക്കരുത്. ചിലപ്പോൾ അവര് വന്ന് കുരുത്തക്കിടക്ക് കാണിച്ചെന്ന് വരും. അവര് ചിലപ്പം മുട്ടയിലിരിക്കും നിങ്ങളെ തള്ളിയിട്ടെന്ന് വരും. അന്നേരം പോ സാത്താനെന്നൊന്നും കുഞ്ഞുങ്ങളെ പറയരുത്. ആവശ്യമില്ലാത്ത പേരൊന്നും പിള്ളേരെ വിളിച്ചേക്കരുത്. മനസ്സിലായോ? സാത്താൻ പിള്ളേരിലൂടെ കയറിയാന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്കത് മനസ്സിലായാലും മടി പിടിച്ചിരുത്തി അവന്റെ തലയിൽ കൈവെക്കുമ്പോൾ അവൻ കയറിയവനങ്ങ് ഇറങ്ങിപ്പോക്കോളും. അതുകൊണ്ട് മക്കളുമാര് അമ്മയുടെ അടുക്കലല്ലാതെ പപ്പായുടെ അടുക്കലല്ലാതെ ആരുടെ അടുക്കലാ പോകേണ്ടത്? നിങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണം. അവർക്ക് സ്നേഹം കിട്ടാതെ വരുമ്പോൾ പിശാച് വേറെ റൂട്ട് മാറി സ്നേഹം കിട്ടുന്നിടത്തോട്ട് വിടാൻ ഒരുങ്ങും. സോ ബ്ലോക്ക് ചെയ്യണം നിങ്ങൾ അതിനെയൊക്കെ. സ്നേഹം കൊണ്ട് കവർ ചെയ്യണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ നിങ്ങൾ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ കാണുന്ന തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടത് അവരുടെ ബുദ്ധി എന്ത് തുറന്നു. നമുക്കറിയാം, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവിനോട് ചേർന്ന് നടക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇതാ നമുക്ക് കൂടെ പാർക്ക രാത്രിയായി എന്ന് പറയുമ്പോൾ കർത്താവ് അവർക്ക് ഡിസപ്പിയർ ആകുന്നു. ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഡിസപ്പിയർ ആകുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കർത്താവായിരുന്നു എന്ന്. അവർ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? അവൻ തിരുവെഴുത്തുകളെ തെളിയിച്ചു തന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഓ ഹല്ലേലൂയ. നിങ്ങൾ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ശമര്യയിൽ വലിയ ഉണർവ് നടക്കുമ്പോൾ ഫിലിപ്പോസിനോട് പറയുന്നു, നീ ഇവിടെ നിന്ന് വേഗം നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോക, അവിടേക്ക് പോക, നിർജ്ജന പ്രദേശത്തേക്ക്, ആളില്ലാത്ത സ്ഥലം, അങ്ങോട്ട് പോക. ഒരു അപ്പച്ചൻ പറഞ്ഞു, ഇന്നത്തെ തിയോളജിമാരാണെ പറയും, ഗൂഗിൾ ഫാം വെക്കുമ്പോ അവിടെങ്ങും ആളുമില്ല, നമുക്ക് തോന്നിയ ബോധക്കേടാന്ന് പറഞ്ഞ് ചിലപ്പോൾ മാറിയനെ എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ കണ്ണുമടച്ച് ദൈവശബ്ദത്തെ വിശ്വസിച്ചു. കേൾക്കാമോ? ആത്മാവ് പറയുന്നത് അതുപോലെ ഒപ്പിയെടുക്കണം, അതുപോലെ സമർപ്പിച്ച് മുന്നോട്ട് പോയപ്പോൾ ആരുമില്ലാത്ത സ്ഥലത്താ പോകാൻ പറഞ്ഞത്. പക്ഷേ അവിടെ എത്യോപ്യയിൽ നിന്ന് അവിടുത്തെ ട്രഷറർ ആയിരിക്കുന്ന മനുഷ്യൻ ഈ യഹൂദന്മാരുടെ ദൈവത്തെ ഒന്ന് ആരാധിക്കാനും അവരുടെ ആലയം കാണാനും യെരുശലേമിൽ വന്നിട്ട് പോകുമ്പോൾ
ആരോ റബിമാര് യെശയ്യാ പ്രവാചകന്റെ ഒരു പുസ്തകം ഗിഫ്റ്റായിട്ട് കൊടുത്തു, ഒരു തോൽച്ചുവർ ഗിഫ്റ്റായിട്ട് കൊടുത്തു. പോന്ന വഴിയിൽ താന് ആവേശത്തോടെ വായിക്കുകയാണ്. അങ്ങനെ വായിച്ചു വരുമ്പോൾ അറുപ്പാനുള്ള ആടുകളെ പോലെ യെശയ്യാ 53 വായിക്കുമ്പോൾ ഇതെന്താണ് ഒരു പിടിയുമില്ല, ഇതിന്റെ അർത്ഥം എന്താണ്, ഇതാരെ കുറിച്ചാണ് ഒരു ഐഡിയ. അപ്പോൾ ഫിലിപ്പോസ് കാണുകയാണ്, ഇതാ തേര് കടന്നു വരുന്നു. ആത്മാവ് പറയുന്നു, നീ തേരിനോട് ചേർന്ന് നടന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കുതിരപ്പുറത്ത് പൊക്കോണ്ടിരിക്കുകയാണ് അപരിചിതനായൊരു മനുഷ്യൻ. താൻ ആ തേരിന്റെ കൂടെ ഓടുക. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. കൂടെ ആത്മാവ് പറഞ്ഞ് ചേർന്ന് നടക്കാൻ. എന്തോ ഫാസ്റ്റായിട്ട് പാവം ഓടിക്കാണ്, യോഗം നടത്തി ക്ഷീണിച്ചു വരിക. പക്ഷെ ആത്മനടത്തിപ്പിന് വിധേയപ്പെട്ടു പോകുമ്പോൾ കേട്ട ഭാഗം വെച്ചപ്പോൾ താൻ ചോദിക്കുന്നു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? തേര് നിർത്താൻ കൽപ്പിച്ചു. ഉടനെ ഷണ്ണൻ പറയുകയാണ്, ഒരുവൻ പൊരുള് തിരിച്ചു തരാതെ ഇരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും? സെമിനാരി സ്റ്റുഡൻസിനോടും ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോടും ഞാൻ താഴ്മയോട് പറയട്ടെ, അനേകർ ഈ ലോകത്തിൽ ദൈവവചനം വായിക്കുന്നുണ്ട്, എക്കും ബുക്കും തിരിച്ചറിയാതെ പോകുന്ന ആളുകളുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാപിക്കുന്നതും പഠിക്കുന്നതും ഗ്രഹിക്കുന്നതും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതും ബുദ്ധിയെ തുറന്നും ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചും കിട്ടുന്നതായ ഈ വചന മർമ്മങ്ങൾ നിങ്ങളിൽ ഒതുങ്ങിപ്പോകരുത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ പരിശുദ്ധാത്മാവ് എഴുതിത്തരും. അത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കും. വരുന്ന ആളുകളിൽ ദൈവാത്മാവ് കണ്ട ആളുകളുടെ അരികിലേക്ക്, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ അരികിലേക്ക് ദൈവാത്മാവ് നിയോഗിക്കുന്ന ദേശത്തോ സഭയിലോ പട്ടണത്തിലോ കുടുംബത്തിലോ സമൂഹത്തിലോ ഒക്കെ വരും ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ഗ്രേറ്റ് വിഷൻ ഓൺലൈൻ സെമിനാരി നയിക്കുന്നതായ ഈ 40 ഡേയ്സ് പ്രയറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനിടയായിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കുന്ന ഈ വിത്ത് നാളെയുടെ ദിവസങ്ങളിൽ ആത്മാവിൽ കുതിർന്ന് നിയോഗപ്രകാരം അത് പ്രേരണ കിട്ടിയവരോട് പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്നാണ് ആ ദൈവരാജ്യത്തിന്റെ വിത്ത് ആ വ്യക്തിയിലേക്ക് ഇടുന്നത്. നിയോഗത്താൽ വിതയ്ക്കുന്ന ആ വിത്ത് 30, 60, 100% അത് വിളവെടുക്കാനിടയായി തീരും. നിങ്ങൾക്ക് കരം ഉയർത്തി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? യെസ് ലോർഡ്. കർത്താവേ, അങ്ങയിൽ നിന്ന് പ്രാപിക്കുന്ന തിരുവെഴുത്ത്, അങ്ങയിൽ നിന്ന് എനിക്ക് ഗ്രഹിപ്പാൻ കഴിയുന്ന ദൈവവചനം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്പ്പാൻ എന്നെ അങ്ങയുടെ ഒരു അംബാസഡറാക്കി മാറ്റണമേ എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എവിടെയാണോ ഓപ്പർച്യൂണിറ്റി? സ്തോത്രം. ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസ് റൂമിൽ നിങ്ങൾക്ക് ആളുകൾ നിങ്ങളെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ദിവസങ്ങൾ ഡിസൈൻ ചെയ്ത് തരുന്ന ആ A4 സൈസ് കോപ്പി നിങ്ങൾ പ്രിന്റ് എടുക്കണം. ഒരു പ്രിന്റ് എടുത്ത് അവിടെ വെക്കണം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം കാണിപ്പാനിടയായി. നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിക്ക് വേണ്ടി ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്ത കോപ്പിയാണിത്. പ്രൈസ് ലോർഡ്. 4000 കോപ്പി പ്രിന്റ് ചെയ്തപ്പോൾ 6500 ആയി എന്ന് പ്രസ്സുകാർ പറയാനിടയാക്കുന്നത്. ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ നിയോഗം കിട്ടുന്നോ അങ്ങനെ കൊടുക്കാം. വീടുകളിൽ ചെന്ന് നിങ്ങൾക്ക് ഇയർ എൻഡിന്റെ എന്താ പറയണ്ടേ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാം. പരിജ്ഞാനത്തോടെ നിങ്ങളുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാനായുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ തിരുവെഴുത്ത് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇതുവരെ സംസാരിച്ചു വന്നത്. ഓക്കെ, ഇനി നമുക്ക് മടങ്ങി നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരാം. സ്തോത്രം. ഈ ക്ലാസ്സുകൾ, ഈ വചനം പങ്കുവയ്ക്കൽ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുത്തേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ശത്രു പൊളിച്ചത് പണിയാൻ നിയോഗം കിട്ടിയ ഒരു നെഹമ്യാവിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ പുനർനിർമ്മാണ പദ്ധതിക്ക് വേണ്ടിയായിരുന്നു പരിശുദ്ധാത്മാവ് തന്നെ തെരഞ്ഞെടുത്തത്. ചില ദൈവദാസന്മാർക്ക്, ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ഈ പൊളിഞ്ഞ സഭകളിലേക്കാണ് പലപ്പോഴും അവരെ ദൈവം അയക്കാറുള്ളത്. അവർ ചെന്ന് കഴിഞ്ഞാൽ ചെതറിപ്പോയതിനെല്ലാം പിടിച്ചോണ്ട് വരും. സ്തോത്രം.
തമ്മിൽ കലഹിച്ച് രണ്ട് ചേരിയായിരിക്കുന്നതിനെ എല്ലാം യോജിപ്പിക്കും. കാരണം അവർ പ്രാർത്ഥനാ മനുഷ്യരാണ്. പ്രാർത്ഥനാ മനുഷ്യരിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും എന്നുള്ളൊരു കാര്യം മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ എല്ലാം ശേഖരിച്ചു കൊണ്ടുവരുന്ന, അത് റീബിൽഡ് ചെയ്യുന്ന ഒരു പുനർനിർമ്മാണത്തിനുള്ള വിളിയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നോക്കുക, നിയോഗം ലഭിച്ച് താൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ മർമ്മം ഞാൻ പറയാം. നിങ്ങൾ ഒരു വിഷയത്തിന് നിയോഗം ലഭിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ മഹത്തരമായ ഒരു പ്രവർത്തിക്കായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കുക, നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക. സേ ആമേൻ, പ്രൈസ് ഗോഡ്. If you got the inspiration to pray a particular subject, definitely God have the wonderful plan about that particular matter. ആ ഒരു പർട്ടിക്കുലർ മാറ്ററിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുന്നത്. ചില സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന നിയോഗം ചില അപകടങ്ങൾ ഒഴിവാകാനായിരിക്കും, ചില അനർത്ഥങ്ങൾ ഒഴിഞ്ഞു മാറാനായിരിക്കും. ഞങ്ങൾ ആൻഡമാൻസിലായിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുവേലക്കാരനായ സുനിൽ എന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ ഭയങ്കര പ്രേരണ നൽകി. 2 മണിക്കൂർ കഴിയുമ്പോൾ ഫിലിപ്പ് സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ യോഗമാണ്. അപ്പൊ ഞാൻ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മെസ്സേജ് ഒരുക്കിക്കൊണ്ടിരിക്കുക, വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ ഓടിവാ, സുനിലിനും ഫിലിപ്പച്ചായനും വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ ഭയങ്കരമായി ഹേമിക്കുന്നു. എന്തോ മരണകരമായ ഒരു വിഷയത്തിലേക്ക് അവർ ഫേസ് ചെയ്യാൻ പോവാ. അവർ ബൈക്കിൽ പോയിരിക്കുക, ഒരു വീട് വിസിറ്റിങ്ങിന്. ഞങ്ങളത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിശക്തമായ നിയോഗം പ്രാർത്ഥനയിലുണ്ടായി. പ്രാർത്ഥിച്ചത്, ദൈവമേ അവരുടെ പ്രാണനെ സൂക്ഷിക്കണമേ, അനർത്ഥങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകാതെ അവരുടെ പ്രാണനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 7 മണിക്ക് അവരുടെ വീട്ടിൽ പ്രാർത്ഥനയായി. 5 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. 7:30 വാളിനെ കാണുന്നില്ല, 8 കാണുന്നില്ല. 8:45 രണ്ടുപേരും ബ്ലഡിൽ കുളിച്ച് മുറിയിൽ വന്നു. കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവർ അവിടെ നിന്ന് ഒരു 10-27 കിലോമീറ്റർ ദൂരെ ആൻഡമാൻസിലുള്ള ഒരു സ്ഥലത്തേക്ക് അവർ വിസിറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു കാട്ടുപോത്ത് കുറുക്ക് ചാടി ഇടിച്ച് അവരുടെ ശരീരത്തിന് മുഴുവൻ മുറിവായി. അദ്ദേഹത്തിന് ഷുഗർ 400. പക്ഷേ കാലുകളൊക്കെ മുറിഞ്ഞെങ്കിലും പ്രാണന് കേടുവരാതെ സൂക്ഷിച്ചു കൊണ്ടുവന്നു. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ ഓർത്തോണം, പൈശാചിക മണ്ഡലത്തിന്റെ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒഴിച്ചുവിടാനാണ്. സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ ഞങ്ങൾ പുനലൂര് താമസിക്കുമ്പോൾ, റെന്റൽ ഹൗസിൽ അവിടെ താമസിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞ് വേഗം പ്രാർത്ഥിക്കുക, ഭവനത്തിൽ അനർത്ഥം ഉണ്ടാകാൻ പോകും. ഞാൻ വളരെ വേദനയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞതും അമുട്ട് പൊട്ടുന്ന പോലെ ഒരു ശബ്ദം, എന്താ കുക്കർ പൊട്ടിത്തെറിച്ചു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ആ മുറിക്ക് ഉള്ളിൽ ആ കഞ്ഞി മുഴുവൻ ഭിത്തിയിലുണ്ട്. പക്ഷെ വൈഫിന്റെ ദേഹത്ത് ഒരു ചോറ് പോലും വീഴാതെ ദൈവം സൂക്ഷിച്ചു. ഇതെങ്ങനെ സൂക്ഷിക്കപ്പെടുന്നു? മുറി നിറച്ച് ഭിത്തിയൽ ചോറായി, ഒരു ചോറ് പോലും നിങ്ങൾക്കറിയാമല്ലോ വന്നില്ല. മറ്റൊരു ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞു വേഗം പ്രാർത്ഥിക്കുക, ദേശത്ത് അനർത്ഥം ഉണ്ടാകാൻ പോകുന്നു. ഞാൻ വൈഫോട് ഇരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അതിശക്തമായ മിന്നലും ഇടിയും ഉണ്ടായി. തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇടി ചാഞ്ഞിട്ട് അവരുടെ കിച്ചന്റെ ടൈൽസ് ഉൾപ്പെടെ 2.5 അടി താഴേക്ക് ഇറങ്ങിപ്പോയി. ആ വീട്ടിലുള്ളവരെല്ലാം ബോധം കെട്ട് സർവീസ് വയർ മുഴുവൻ കരിഞ്ഞുപോയി. സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കണം, ചില സമയത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളോട് പറയും, പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിക്കും, ഹേമിക്കും. ആ ഹേമം നിന്റെ സുരക്ഷിതത്വമാണ്. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടാനായിരിക്കും, മരണകരമായ വിഷയത്തിന്റെ നീക്കുപോക്കായിരിക്കും. ഓക്കെ, തിരിച്ചു വരാം. 6-ാം വാക്യം. നമ്മൾ കഴിഞ്ഞ 4 സെഷനിലും 6-ാം വാക്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ നിർത്തുകയാണ്. നെഹമ്യാവ് 1:6 എന്തെഴുതിയിരിക്കുന്നു? ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ അളവ് കൂട്ടുന്നു അല്ലേ? സ്തോത്രം. രാവും പകലും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാത്ത രാത്രിയും വരുന്നില്ലേ? നിങ്ങൾക്ക് ഒരു രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മുഷിയരുത്, മുട്ടുകുത്തുക.
പ്രൈസ് ഗോഡ്. മുട്ടുകുത്തുക, നീൽ ഡൗൺ. ഒരിക്കൽ ഒരു ടീം പർവ്വതം കയറുമ്പോൾ അതിശക്തമായ സൈക്ലോൺ വരുന്നു എന്ന് ആ ടീം ലീഡറിന് റേഡിയോ സന്ദേശം കിട്ടി. 2 ടീമാണ് കയറുന്നത്. ഒരു ടീമിന്റെ ലീഡർ പ്രാർത്ഥനാ മനുഷ്യനാണ്. സൈക്ലോൺ വാണിംഗ് കിട്ടി. ദൂരെ നിന്ന് അതിശക്തമായ കാറ്റ് വരുന്നു. അദ്ദേഹം ടീം അംഗങ്ങളോട് പറഞ്ഞു, നീൽ ഡൗൺ, മേലിരിക്കുക. സ്തോത്രം. അവരെല്ലാ ടീം അംഗങ്ങളും മുഴങ്കാലിട്ടു. പക്ഷെ കൂടെ താഴെ നിന്ന ഒരു ടീമുണ്ട്. അവരെ മുഴുവൻ കാറ്റ് കൊണ്ടുപോയി. പക്ഷെ മുട്ടേ നിന്ന് ആരും വീണില്ല, അവിടെ ഇരുന്നു. കൊടുങ്കാറ്റിനെതിരെയുള്ള തീവ്ര ശക്തിയാണ് നിന്റെ മുഴങ്കാൽ. സ്തോത്രം. നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ സ്തോത്രം, നിങ്ങളുടെ ആ കട്ടിലിന് താഴെ അതിനോട് കീഴിലേക്ക് നിങ്ങൾ ഒരു പായപ്പിടി നിവർത്തിട്ടിരിക്കണം. ആ പാ നിങ്ങളെ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യും. കം ആൻഡ് സ്പെൻഡ് വിത്ത് മീ. ആ സമയം, അല്പസമയം നിങ്ങളുടെ മുഴങ്കാലിൽ കൊടുക്കുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ പ്രയർ കഴിയുമ്പോഴേക്കും എൻ്റെ പ്രാർത്ഥനയിലേ ഉള്ളൂ, കർത്താവേ, സെമിനാരി വിദ്യാർത്ഥികളെല്ലാം പ്രാർത്ഥനാ വീരന്മാരായി മാറും. ഈ ഓൺലൈൻ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരും പ്രാർത്ഥനാ മനുഷ്യരായി മാറണം. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി പുറപ്പെടണം. നിങ്ങൾ പങ്കുവെക്കുന്ന വചനങ്ങളിലൂടെ ദൈവശക്തി പുറപ്പെടണം. നിങ്ങളുടെ കണ്ണുകൾ ആത്മാവിൽ കാണുന്ന കണ്ണുകളായി മാറണം. പ്രൈസ് ഗോഡ്. ശമര്യ മുഴുവൻ പട്ടാളം വളഞ്ഞപ്പോൾ ഏലിശയുടെ ശിഷ്യൻ നിലവിളിച്ചു, യജമാനെ, നമ്മൾ എന്നാ ചെയ്യും? എലിശ പ്രാർത്ഥിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ഇവൻ കാണത്തക്കൊണ്ട് ഇവന്റെ കണ്ണ് തുറക്കണം. കണ്ണ് തുറന്നപ്പോഴാണ് കാര്യം കണ്ടത്. എന്താ? അഗ്നിമയമായ രഥങ്ങളും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആർമി ഏലിശയ്ക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നതാ കണ്ടത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ അകത്തെ കണ്ണ് തുറന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സൈന്യത്തെ കാണാൻ കഴിയൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്കലാപ്പില്ല, പരാതിയില്ല, പിണക്കമില്ല, പെറുപെറുപ്പില്ല, ഭാരമില്ല. ദൈവത്തിന്റെ കരുതലിന്റെ തലങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നോക്കുക, നെഹമ്യാവിന് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. സ്തോത്രം. കർത്താവ് രാത്രിയിൽ പ്രാർത്ഥനയിൽ രാത്രി കഴിച്ച പല സന്ദർഭങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിയോഗമുള്ളപ്പോൾ ഓൾ നൈറ്റിൽ ഇരിക്കണം. സ്തോത്രം. അത് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇരിക്കരുത്. നിങ്ങളുടെ ഹെൽത്ത് എപ്പോഴും, ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരം, ഇത് അനാവശ്യമായി നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം എപ്പോഴും നിങ്ങൾ സൂക്ഷിക്കണം. സമയത്ത് മെഡിസിൻ കഴിക്കുന്നവർ മെഡിസിൻ കഴിക്കണം, സമയത്ത് ഫുഡ് കഴിക്കേണ്ടവർ കഴിക്കണം, സമയത്ത് ഉറങ്ങണം, ഓക്കെ, സമയത്ത് റെസ്റ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ ശരീരത്തെ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കണം, ഒക്കുമെങ്കിൽ 2 പ്രാവശ്യം കുളിക്കണം. ഇതൊക്കെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന്റെ വശമാകൊണ്ട് പറയും. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും അടിച്ചേച്ച് മണപ്പിച്ചേച്ച് സ്ഥലം വിടരുത്. നിങ്ങളുടെ ശരീരത്തിന് ആഴ്ചയിൽ ഒരാഴ്ച കൂടുമ്പോൾ നിങ്ങളുടെ സ്കിൻ ഇളകിപ്പോകുന്ന നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. മെഡിക്കൽ സെക്ഷനിലുള്ളവർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ് വെള്ളം. നമ്മുടെ ബ്രെയിനിൽ 80% വെള്ളമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ, ഡ്രൈ സ്കിൻ ആകാതിരിക്കാനൊക്കെ നിങ്ങൾ ധാരാളം വെള്ളമൊക്കെ കുടിക്കണം. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് രാവും പകലും പ്രാർത്ഥിക്കും. എസ്തേറിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 1-ാം വാക്യം ഒരാൾ വായിക്കണം. മറ്റൊരാള് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം വായിക്കണം. അവിടെ 2 രാജാക്കന്മാർക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. എസ്തേറിന്റെ പുസ്തകം അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ എന്താ അത്? അവൻ 5-ാം അധ്യായം അവസാന വാക്യത്തിൽ കാണുന്നു, കഴുകുമരം ഉണ്ടാക്കിച്ചു, അല്ലേ? നോക്കുക, കഴുകുമരം ഉണ്ടാക്കി കഴിഞ്ഞു. ആർക്ക് വേണ്ടിയാ ഇത്? കുറ്റം ചെയ്തവന് വേണ്ടിയാണോ? അല്ല, കുറ്റം ചെയ്യാത്തവന് വേണ്ടി കഴുകുമരം ഉണ്ടാക്കി. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിനുണ്ട്. രാജാവ് അദ്ദേഹത്തിന് ഫേവറാണ്. ഒരു ജനത മുഴുവൻ ഇപ്പോൾ കൊല്ലാനുള്ള എല്ലാ ഫ്രീഡവും തനിക്ക് കിട്ടിക്കഴിഞ്ഞു. ദൈവമക്കൾ ശ്രദ്ധിക്കണം.
പ്രാർത്ഥനാ മനുഷ്യനായ മൊർദെഖായിയുടെ മേലായിരുന്നു ദൃഷ്ടി വെച്ചത്. കാര്യമൊന്നുമില്ല, ഈ പ്രാർത്ഥിക്കുന്നവനെ കൊല്ലണം. ശ്രദ്ധിക്കുന്നുണ്ട്? പ്രാർത്ഥന ജീവിതമുള്ളവർക്ക് പ്രതികൂലങ്ങൾ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രതികൂലം കണ്ട് നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥന നിമിത്തം ഉണ്ടാകുന്ന പ്രതികൂലം പ്രാർത്ഥന നിമിത്തം അഴിഞ്ഞു പോകും. ആമേൻ. പ്രാർത്ഥന നിമിത്തം ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ പ്രാർത്ഥന നിമിത്തം അഴിയുമെന്നേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. വടശ്ശേരിക്കരയിൽ ഒരു ദൈവദാസൻ യോഗം നടത്തുമ്പോൾ 7 ആൺമക്കളിൽ ഒറ്റ പെങ്ങളായ സഹോദരി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട വാർത്ത അറിഞ്ഞ് അവർ 7 ചെറുപ്പക്കാരോട് ചേർന്ന് അവിടെ വന്നു. വടശ്ശേരിക്കര യോഗം നടക്കുമ്പോൾ പെങ്ങളെ പിടിച്ച് പൊതിരെ തല്ലി. മാത്രമല്ല ദൈവദാസന്മാരെ തല്ലി, കർത്തൃമേശ തല്ലി പൊട്ടിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. കർത്തൃമേശ എടുത്ത് വെളിയിലെറിഞ്ഞപ്പോൾ അവരുടെ വളർത്തുനായി കർത്താവിന്റെ മേശയ്ക്ക് വെച്ചിരുന്ന ആ ബ്രെഡ് എടുത്തുകൊണ്ട് പോയി. അവിടെയുള്ള ദൈവമക്കളെല്ലാം തല്ലി. പോലീസുകാർ വന്നപ്പോൾ പറഞ്ഞു, നമുക്ക് കേസ് എടുക്ക. ആലയത്തിൽ കയറി തല്ലിയത്. ആ ദൈവദാസൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവം കേസെടുത്ത് കഴിഞ്ഞു സാറേ, ഇനി ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. അപ്പോൾ SI പറഞ്ഞു, നിങ്ങൾക്ക് 4 തല്ലൂടെ അവര് തരണമായിരുന്നു. മനസ്സിലായോ? അതിന്റെ 7ാമത്തെ ദിവസം ഈ 7 ആൺമക്കളോട് ചേർന്ന് പന്നിപ്പടക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ കൈപ്പശക് വന്ന് ഒരെണ്ണം പൊട്ടി. ഒന്ന് പൊട്ടിയാ ബാക്കിയെല്ലാം പൊട്ടും അല്ലേ? 7 പേരുടെയും മാംസം ചിന്നിച്ചതറി. കർത്തൃമേശ എടുത്തുകൊണ്ട് പോയ അതേ നായി അവരുടെ മാംസ കഷ്ണം എടുത്തുകൊണ്ട് പോയി. നമ്മൾ തിരിച്ചറിയും. ജീവിക്കുന്ന ദൈവ പൈതലിനെതിരെ ആരെവിടെ പാളയം ഇറങ്ങിയാൽ ഭയാനകമാണ്. കയത്ത് ഒരു ദൈവദാസൻ വൈദികനാകാൻ പോയ ആളാണ്. 8 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിയോഗമുണ്ടായി ഇറങ്ങി. അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ നിന്നെല്ലാം പുറത്താക്കപ്പെട്ട് മുണ്ടക്കയം വഴി ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അദ്ദേഹം പേഴുങ്ക പറക്കി തിന്നിട്ട് പുഴയുടെ തീരത്തുനിന്ന് വെള്ളവും കുടിച്ചിട്ട് താൻ ഒരു മരച്ചുട്ടിൽ കടന്ന് ഇങ്ങനെ ചാരി ഉറങ്ങുമ്പോൾ അതുവഴി ഒരു കാറ് പോയി. പെട്ടെന്ന് ആരാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് തിരിച്ചു വന്ന് ചവിട്ടി നിർത്തി നോക്കിയപ്പോൾ ഒരു പരിചയമുള്ള മുഖം. അടുത്തു വന്ന് നോക്കിയപ്പോൾ കൂടെ പഠിച്ച സ്നേഹിതനാണ്, വർഷങ്ങളായി കണ്ടിട്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എന്നാ പറ്റി? കാര്യങ്ങൾ പറഞ്ഞു. കർത്താവിന്റെ മിഷണറിയായ വേല ചെയ്യുവാണ്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാനൊരു പേഴുങ്കായൊക്കെ എടുത്ത് തിന്നിച്ച് ഇവിടെ ഇരുന്നതാണ്. ആ പ്രിയപ്പെട്ടവനെ കൂടെ കൊണ്ടുപോയി 2 ആഴ്ച തന്റെ വീട്ടിൽ പാർപ്പിച്ച് തന്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞു, എന്റെ സ്നേഹിതനാണ്, നീ ഭക്ഷണം കൊടുക്കണം. അവന്റെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടി പ്രാപിച്ചു. ബലപ്പെട്ടിട്ട് അദ്ദേഹം അവിടുന്ന് വീണ്ടും വേലയ്ക്ക് പോയി. മുണ്ടക്കയത്തൊരു പ്രവർത്തനം തുടങ്ങി അനേക വർഷങ്ങൾക്ക് മുമ്പ്. അതിനൊരു പ്രാർത്ഥന നടക്കുമ്പോൾ പ്രാർത്ഥന തകർത്ത് കളയാൻ വേണ്ടി വേലിപ്പത്തലുമായിട്ട് ചിലർ അവിടെ വന്നു. ആ വേലിപ്പത്തലുമായി വന്ന അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരാളുടെ 8 വയസ്സുള്ള മകനും ഭാര്യയും ആ യോഗത്തിനുണ്ട്. ഇദ്ദേഹത്തിനും കൂടെ ചേർന്നാണ് ടീമായിട്ട് യോഗം കഴിയുമ്പോൾ കൂട്ടായ്മയിലുള്ളവരെ തല്ലാൻ വേണ്ടി വന്നിരിക്കുന്നത്. പക്ഷെ അന്ന് പതിവിലേറെ അതിശക്തമായ ആത്മപകർച്ച ആ യോഗത്തിലുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രതിയോഗി നിങ്ങൾക്കെതിരെ പാളയമിറങ്ങുമ്പോൾ ഓർത്തോണം, നിങ്ങളുടെ നാവ് അഗ്നി നാവാക്കി ദൈവം മാറ്റും. സ്തോത്രം. പ്രതിയോഗി നിങ്ങൾക്കെതിരെ പാളയമിറങ്ങുന്നെങ്കിൽ അതിനു മുമ്പേ 4ാമനായി ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട്. താങ്ക് യു ജീസസ് എന്ന് പറയുമ്പോൾ എന്റെ ശരീരം മുഴുവൻ ദൈവസാന്നിധ്യം കൊണ്ട് നിറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. 8 വയസ്സുള്ള ബാലകൻ തന്റെ പിതാവായ അലക്സാണ്ടറിനെ, ആ 8 വയസ്സുള്ള ബാലകനെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിറയ്ക്കുകയും പ്രവചനാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്തിട്ട് ഈ 8 വയസ്സുള്ള മകൻ അകത്ത് നിന്ന് ആത്മാവിൽ പ്രവചിക്കുകയാണ്. മകനെ അലക്സാണ്ടറെ, അപ്പനെ വിളിക്കുക, നീ നിൽക്കുന്ന നിൽപ്പിൽ എന്നെ രക്ഷകനായി സ്വീകരിച്ച് ഈ പ്രാർത്ഥനാ സ്ഥലത്തുള്ളിലേക്ക് പ്രവേശിക്കാം, ഇല്ലെങ്കിൽ
നിന്നെ ലോകത്തിൽ നിന്ന് ഞാൻ തുടച്ചു മാറ്റുവാൻ നിന്റെ കാൽ ചുവട്ടിൽ ഒരു സർപ്പത്തെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഒരു സർപ്പം ഇങ്ങനെ നിൽക്കുക. തുറക്കണേ കതവെന്ന് മാത്രമേ അലക്സാണ്ടർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളെ, ഇതൊക്കെ കെട്ടുകഥകളല്ല, ഇതൊക്കെ നടന്ന സംഭവങ്ങൾ. ആമേൻ. ഒരു അന്നമ്മ പ്രവാചി എന്ന് പറയുന്ന ഒരു ദൈവദാസി ഞങ്ങളുടെ സമീപത്തുണ്ടായിരുന്നു. അവര് 7 പ്രാവശ്യം പാമ്പ് കടിച്ചതാണ്, മയങ്ങിപ്പോയി. പക്ഷേ അവരുടെ വിഷം തനിയെ ഇറങ്ങിപ്പോയി. സ്തോത്രം. ദൈവത്തിന്റെ മിറക്കിൾ അന്ന് നടന്നെങ്കിൽ ഇന്നും നടക്കും. എങ്ങനെ നടക്കും? ഇതുപോലെ നിരന്തരമായ പ്രാർത്ഥനയും വചനധ്യാനവും നടക്കുമ്പോൾ അകത്ത് വലിയ ദാഹമുണ്ടാകും, അകത്ത് വലിയ വിശപ്പുണ്ടാകും. ദൈവത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ദൈവത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പ്രാപിക്കണം. ഈ ഒരു വലിയ ദാഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. രാജാവിന് ഉറക്കം കെടുത്തി. കഴുകുമരം ഒരുക്കിയിരിക്കുക. നാളെ മോർണിംഗിൽ ഏതാണ്ട് 70 അടി ഉയരമുള്ള ഒരു കഴുകുമരമാണ്. 50 മുഴമാണ്, 75 അടി ഉയരമുണ്ട്. തൂക്കുമ്പോൾ ലോകം മൊത്തം ഇവനെ പരിഹസിക്കണം. ഉണ്ടാക്കിയതിൻ്റെ ആ രാത്രിയിൽ രാജാവിന്റെ ഉറക്കം എടുത്ത് കളഞ്ഞേച്ച് പറഞ്ഞു, ഡയറിയില്ല, ഇഞ്ഞെടുത്തുകൊണ്ട് വാ. എന്റെ പ്രാണനെ രക്ഷിച്ച എന്റെ കുഞ്ഞിന് ഞാൻ എന്തോ കൊടുത്ത് തമ്പുരാൻ തീരുമാനിച്ചു. നീ തന്നെ വിധി എഴുത്. കഴുകുമൊരു മരം ഒരുക്കിയവൻ തന്നെ പറയട്ടെ, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്നാ കൊടുക്കണം. ഓ ജീസസ്, നിനക്കെതിരെ എഴുതിയ രേഖ കണ്ട് ഭാരപ്പെടണ്ട. 30 ദിവസത്തേക്ക് രാജസന്നിധി ചെല്ലാൻ പറ്റത്തില്ലെന്നുള്ള ആ ഒരു ക്രമവും കണ്ട. അതിനു മുമ്പ് ആളുകൾ അറുക്കപ്പെടുമെന്ന് സാത്താൻ അറിയാം. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഒരു ഹാമാൻ ഒരു ദേശത്തുണ്ട്, ഓർത്തോണം. അവിടെ ഒരു മൊർദെഖായും ഒരു എസ്തേറും കണ്ടിരിക്കും. ബാലിന്റെ അശേരയുടെ 850 പ്രവാചകന്മാർ 400-450 ഉണ്ടോ? നിങ്ങൾ ഓർത്തിരുന്നോണം, അവിടെ ഒരു ഏലിയാവിനെ ദൈവം ഒരുക്കിയിരിക്കും. ചേർന്ന് നിങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാമോ? അതുകൊണ്ട് പ്രതിസന്ധികളെ കണ്ട് നിങ്ങൾ ഭാരപ്പെടാതെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക. സ്തോത്രം. രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. Shall we pray? ആമേൻ. നാളെ കർത്താവ് വരാൻ താമസിച്ചാൽ 9 മണിക്ക് സ്തോത്രം നമ്മുടെ 4ാമത്തെ ദിവസത്തെ സെഷൻ, 7ാമത്തെ സെഷനായിട്ട് നമുക്ക് ആരംഭിക്കും. നിങ്ങൾ വളരെ പ്രാർത്ഥിക്കുക. കണ്ടിന്യൂസ് ടു പ്രേ. ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഉള്ളം ദൈവവചനത്തിനായി തുടിക്കണം, ദാഹിക്കണം, ഒരാത്മീയ പരവേശത്തിനായി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളിൽ പലരെയും ദൈവം പ്രവചനാത്മാവിനാൽ നിറയ്ക്കട്ടെ, ദൈവിക രോഗശാന്തി വരത്താൽ നിറയ്ക്കട്ടെ, അശുദ്ധാത്മാക്കളുടെ മേലുള്ള വരത്താൽ നിറയ്ക്കട്ടെ. സ്തോത്രം. പിശാച് വർഷങ്ങളായി എഴുതി വെച്ചിരിക്കുന്ന ചില കെട്ടുകളൊക്കെ അഴിഞ്ഞു മാറുവാനിടയായി തീരട്ടെ. സ്തോത്രം. നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുതെന്ന് വചനത്തിലുണ്ട്. സ്തോത്രം. ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ അവർ നിങ്ങളെ വിമർശിച്ചെന്ന് വരും. നിയോഗമില്ലാത്തവരോട് പറയണ്ട. ഇല്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മ നിയോഗിക്കുമ്പോൾ നിങ്ങൾ പങ്കുവെക്കുക. Shall we pray? സ്തോത്രം. ഓ യേശുവിന്റെ രക്തം ചെയ്യും. ഓ നന്ദി കർത്താവ്, നന്ദി കർത്താവ്. 30 കുടുംബങ്ങൾ ഇപ്പോൾ ഈ പ്രയർ ലൈനിലുണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആ കുടുംബങ്ങളെല്ലാം നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളുടെ ഉള്ളം നിറഞ്ഞ് പ്രാർത്ഥിക്കുക. താങ്ക് യു ജീസസ്.